السلام عليكم ورحمة الله تعالى وبركاته. أهلا وسهلا بكم جميعا إلى مشروع جديد تقدمه أكاديمية ديلين للغات. فهذه فرصة صانحة لكل عشاق اللغة والترجمة. فإن شاء الله هنا نطلق سلسلة جديدة على قناتنا يوتيوب. فإن شاء الله من خلال هذه البرامج سنحلل الأخبار العربية بأسلوب خاص وبصورة ممتعة. كونوا معنا في هذه الرحلة ولا تنسوا الاشتراك بقناتنا على യൂട്യൂബ് لتصلكم كل جديد. ഇൻഷാല്ലാ കഴിഞ്ഞ 20 വർഷക്കാലമായി ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഭാഷാ പരിശീലന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ദിലൈൻ ലാംഗ്വേജ് അക്കാദമി പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. അറബിക് ഇംഗ്ലീഷ് ഭാഷാ പരിശീലനത്തിൽ ഉന്നതി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സീരീസുമായിട്ടാണ് നമ്മുടെ ദിലൈൻ ലാംഗ്വേജ് അക്കാദമി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ഓരോ എപ്പിസോഡുകളിലും അറബിയിലെ വ്യത്യസ്ത മേഖലയിലുള്ള അറബിക് ന്യൂസ് കട്ടിങ്സ് നമ്മൾ അനലൈസ് ചെയ്യും. അതിലെ പ്രധാനപ്പെട്ട യൂസേജസ്, മറ്റു വൊക്കാബുലറീസ്, അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട് കൂടെ നാം പഠിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അൽ ജസീറ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. ആദ്യം നമുക്ക് അതിന്റെ ഹെഡ്ലൈൻ ഒന്ന് നോക്കാം. അൽ ഹിന്ദു തഖ്സിഫു പാകിസ്ഥാൻ ബിസ്സവാരിഖ് വ ഇസ്ലാമാബാദ് തതഅഹദു ബിർറദ്. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് ഇതിലെ ചില പ്രധാനപ്പെട്ട വേർഡുകളും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ വേർഡ് ഖസഫ യഖ്സിഫു, ബോംബ് വർഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഖസഫ യഖ്സിഫു എന്ന് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ബോംബിംഗ് അല്ലെങ്കിൽ ബോംബാർഡ്മെന്റ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. സവാരിഖ്, സോറോഹുൻ ജംഉ സവാരിഖ്, മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് എന്നർത്ഥം. അതുപോലെ തഅഹദ എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം ചെയ്യുക, പ്ലഡ്ജ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ തഅഹദ ബിർറദ് എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് തഅഹദ ബിർറദ്ദി എന്ന് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് വോവഡ് ടു റിറ്റാലിയേറ്റ് അല്ലെങ്കിൽ പ്ലഡ്ജ് ടു റെസ്പോണ്ട് അല്ലെങ്കിൽ ഇനി ഇതൊന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അൽ ഹിന്ദു തഖ്സിഫു പാകിസ്ഥാൻ, ഇന്ത്യ ബോംബ്സ് ഓർ ഇന്ത്യ സ്ട്രൈക്സ് പാകിസ്ഥാൻ ബിസ്സവാരിഖ് വിത്ത് മിസൈൽസ് വ ഇസ്ലാമാബാദ് തതഅഹദു ബിർറദ് ആൻഡ് ഇസ്ലാമാബാദ് വോസ് ടു റിറ്റാലിയേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമാബാദ് വോസ് ടു റെസ്പോണ്ട് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. ഷന്നത്തിൽ ഹിന്ദു ഹുജൂമൻ സ്വറൂഖിയൻ അലാ മവാഖിഅ ഫി പാകിസ്ഥാൻ മസാഅ اليوم الثلاثاء وتعهد الجيش الباكستاني بالرد على الهجوم وسط توتر متصاعد بين القوتين النبويتين. നമുക്ക് ഇതിലെ ചില പ്രധാനപ്പെട്ട വേർഡുകൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഷന്ന ഹുജൂമൻ, ആക്രമണം നടത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഷന്ന ഹുജൂമൻ എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ നമുക്ക് ലോഞ്ച്ഡ് എ അറ്റാക്ക് എന്ന് ഉപയോഗിക്കാം. വാർത്തയിൽ വന്നിട്ടുള്ളത് ഷന്ന ഹുജൂമൻ സ്വറൂഖിയൻ എന്നാണ്. അപ്പോൾ ലോഞ്ച്ഡ് എ മിസൈൽ അറ്റാക്ക് എന്നർത്ഥം. മവാഖി എന്ന് പറഞ്ഞാൽ സൈറ്റ്സ്, മൗഖിഉൻ ജംഉ മവാഖി, സൈറ്റ്സ്, പ്രദേശങ്ങൾ എന്ന അർത്ഥം. അടുത്തൊരു വേർഡ് വസത്വ തവത്തുരിൻ മുതസ്വാഇദ് എന്നുള്ളതാണ്. മലയാളത്തിൽ നമുക്ക് വർദ്ധിച്ച സംഘർഷങ്ങൾക്കിടയിൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷിൽ അമിഡ് എസ്കലേറ്റിംഗ് ടെൻഷൻസ് അല്ലെങ്കിൽ അമിഡ് റൈസിംഗ് ടെൻഷൻസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ അൽ ഖുവ്വ അൻ നബവിയ്യ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ എന്നർത്ഥം. നമുക്ക് ആ പാരഗ്രാഫ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഷന്നത്തിൽ ഹിന്ദു ഹുജൂമൻ സ്വറൂഖിയൻ, ഇന്ത്യ ലോഞ്ച്ഡ് എ മിസൈൽ അറ്റാക്ക് അലാ മവാഖിഅ ഫി പാകിസ്ഥാൻ ഓൺ വാരിയസ് സൈറ്റ്സ് ഇൻ പാകിസ്ഥാൻ. ഓക്കെ, مساء اليوم الثلاثاء on Tuesday evening. അടുത്തത് وتعهد الجيش الباكستاني بالرد على الهجوم and the Pakistani military vowed to respond على الهجوم to the assault to the attack وسط توتر متصاعد بين القوتين النبويتين amid escalating tensions between the two nuclear powers. The Line Language Academy, the line for languages.